പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് 3 സഹപാഠികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, ഈ കുട്ടികൾക്കെതിരെ തന്നെയാണ് കുടുംബമടക്കം നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നത്, അല്ലെ? ഏതൊക്കെ തരത്തിലാണ് ഈ കുട്ടികൾക്കെതിരെ പരാതി ഉയരുന്നത്? ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത അത് എത്രത്തോളമുണ്ട്? ശശിനാരായണനിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് സഹപാഠികളായ 3 പെൺകുട്ടികളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഈ 3 പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. നേരത്തെ കുടുംബം ഈ കുട്ടികൾക്കെതിരെ പരാതി ഉന്നയിച്ചിരുന്നു. ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മാനസിക വിഷമങ്ങളാണ് ഇത്തരത്തിൽ ഒരു അമ്മു സജീവനെ മരണത്തിലേക്ക് നയിച്ചത്. ആത്മഹത്യ ചെയ്യാൻ ഒരു സാഹചര്യവും അമ്മുവിനുണ്ടായിരുന്നില്ല. ഇതിൽ ദുരൂഹതയുണ്ട്, ഗൂഢാലോചനയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് നേരത്തെ കുടുംബം പരാതിപ്പെട്ടിരുന്നതും മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി പറഞ്ഞതും. അമ്മുവിന്റെ സഹോദരൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. പ്രതികരണത്തിലേക്ക്. അമ്മുവിന്റെ ഫോണും ബാക്കിയുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഇന്നലെ പറഞ്ഞായിരുന്നു. പോലീസ് സാർമാര് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോ അവരുടെ കയ്യിലുള്ള നമുക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം പറഞ്ഞായിരുന്നു. അതിനുവേണ്ടി വന്നതാ. എല്ലാം അവര് സൈൻ ഇതാക്കിയിട്ട് നിശ്ചയൊക്കെ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴും നല്ല വിശ്വാസമുണ്ട്. അവരും അതുപോലെ തന്നെ കോളേജും ഹോസ്റ്റലും എല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നെയാണ് ചെയ്തതാണെന്ന് എനിക്ക് 100% എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഈ ഇതിൽ തന്നെയല്ല. അപ്പൊ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടാവും. ഒരിക്കലും അമ്മ എല്ലാവരും പറയുന്നത് അമ്മ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതാവുകയല്ല. അവർ കൊന്നത് തന്നെയാണെന്ന് എനിക്ക് 100% ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അവരൊറ്റ കാര്യത്തിൽ മാത്രം ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. എനിക്ക് സത്യമായിട്ട് എനിക്ക് ഒരുപാട് തൃപ്തികരമാണ്. കാരണം ഒരുപാട് രീതിയിൽ നമുക്ക് എന്താ പറയാ, ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ബാക്കി ഇപ്പം ഇതിലൊന്നും രീതിയിൽ ഭയങ്കര എനിക്ക് എന്താ പറയുക, ഞാൻ ഭയങ്കര സജീവന്റെ സഹോദരന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശശിനാരായണൻ, വിശദാംശങ്ങൾ. അമ്മു സജീവന്റെ മരണവുമായി ബന്ധപ്പെട്ട് 3 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്തുള്ളത്. 3 പേരും അമ്മുവിന്റെ സഹപാഠികളാണ്. ആ 3 പേരെയും പോലീസ് ഇപ്പോൾ പത്തനംതിട്ടയിൽ എത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് സാധ്യത. നാളെ അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം കുടുംബം പ്രധാനമായി അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിക്കുകയും പരാതി നൽകിയിരിക്കുന്ന ഈ 3 വിദ്യാർത്ഥികളാണ്, അമ്മുവിന്റെ സുഹൃത്തുക്കളാണ്. പല തവണയും അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. ഈ പറഞ്ഞ അഖിൽ സജീവൻ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഈ സഹപാഠികൾക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 പേരെയും പോലീസ് കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ഒരുപക്ഷെ നാളെ ഇവർക്ക് അറസ്റ്റ് ഉണ്ടാവാനാണ് സൂചന എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും വിശദമായി ചോദ്യം ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളായി അമ്മു മരിക്കുന്ന സമയം അപ്പോൾ അതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ചോദിച്ചറിയാണ്. 3 പേരെയും ഇപ്പോൾ കസ്റ്റഡിയെടുക്കുന്നത്. 2 പേര് കോട്ടയം സ്വദേശികളും ഒരാൾ പത്തനാപുരം സ്വദേശിയുമാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. എന്തായാലും വിശദമായ ഒരു ചോദ്യം ചെയ്തതിനു ശേഷം ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്താൻ സാധ്യതയുള്ളത്. എന്തായാലും നാളെ അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ 3 പേരും ഈ കോളേജിൽ പഠിക്കുന്ന 3 പേരും അമ്മുവിന്റെ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ പല തവണ പല കാര്യങ്ങളിലും അമ്മുവുമായി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അമ്മുവിനെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ അതാണ് ശശിനാരായണൻ ഈ അറസ്റ്റിലായിട്ടുള്ള ഈ കസ്റ്റഡിയിൽ ഇപ്പോൾ ഉള്ള 3 പെൺകുട്ടികളും അമ്മുവിന്റെ കൂട്ടുകാരികളാണ്. ഇവർ ഏത് തരത്തിലാണ് അമ്മുവിനെ മാനസികമായി ആക്രമിച്ചത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതേപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അധികൃതരുടെ വിശദീകരണം ഈ വിഷയത്തിൽ എങ്ങനെയാണ്? ഈ കുട്ടികൾക്കെതിരെ സമാനമായ പരാതി ഈ അധികൃതർക്കും ഉണ്ടോ? അത് നേരത്തെ തന്നെ ഈ കോളേജ് പഠിക്കുന്ന ഇവർക്കെതിരെ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ അമ്മ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പിതാവിനോട് ഇത് പറഞ്ഞിരുന്നു. അച്ഛൻ ഇത് സംബന്ധിച്ച് പരാതി കോളേജ് അധികൃതരെ പ്രിൻസിപ്പൾക്ക് നൽകിയിരുന്നു. ഒരു മെമ്മോ കൊടുക്കുകയല്ലാതെ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കോളേജ് അധികൃതർ തയ്യാറായില്ല. ഇതൊക്കെ ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണമാണ്. പലതവണ ഈ 4ാം വർഷ വിദ്യാർത്ഥിയാണ് അമ്മുവിന് ഒരു 6 മാസം കൊണ്ട് തന്നെ കോഴ്സ് പൂർത്തിയാക്കി പുറത്തു വരേണ്ട കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും നാള് സഹപാഠികളായ ഈ കുട്ടികളിൽ നിന്നും അമ്മുവിന് മാനസികമായി പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, പല തരത്തിലുള്ള വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ. ടൂറുമായി ബന്ധപ്പെട്ട അമ്മുവിനെ കോർഡിനേറ്റർ ആക്കിയപ്പോഴും ഈ കുട്ടികൾ എതിർത്തായിരുന്നാണ് അറിയുന്നത്. അത്തരത്തിലൊക്കെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 3 കുട്ടികൾക്കെതിരെ കൃത്യമായി പരാതി പിതാവ് നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോളേജ് അധികൃതർ കൃത്യമായ നടപടി സ്വീകരിച്ചുവെന്നാണ്
അമ്മുവിന്റെ സഹോദരൻ അകൽ സജീവ് പോലും ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 പേരെയും പോലീസ് കസ്റ്റഡി എടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ചോദ്യം ചെയ്തതിനു ശേഷം അവരുടെ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും അറസ്റ്റ് ഉണ്ടാകുക. അറസ്റ്റ് നാളെ ഉണ്ടാകുമെന്നാണ് പോലീസിന് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും ഇവരെ കൃത്യമായി അമ്മുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ 3 പേരെയും 3 സഹപാഠികളായ 3 വിദ്യാർത്ഥികൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. എന്തായാലും നാളെ ഇത് സംബന്ധിച്ചുണ്ടാവും. ആര്യ, തീർച്ചയായും ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരികളായ സഹപാഠികളായ 3 പെൺകുട്ടികളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. നാളെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നുള്ള സൂചനയാണ് മുന്നിലുള്ളത്. അമ്മു സജീവന്റെ